بقاء القرآن وبقاء القرآن من غير تبديل وتغيير وتحريف مع كثرة الدواعي وطول الزمن من أكبر معجزات النبي صلى الله عليه وسلم. എത്രയോ കാലം പഴക്കം ചെന്നിട്ടും എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടും ശത്രുക്കൾ ഇവിടെ ഒരുപാട് കുതന്ത്രങ്ങൾ വെഞ്ഞെടുത്തിട്ടും അതിൻ്റെ ഇടയിൽ ഖുർആനിന്റെ ഒരക്ഷരം പോലും വ്യത്യാസപ്പെടുത്താൻ കഴിയാതെ, ഖുർആനിനെ ഭേദഗതി വരുത്താൻ കഴിയാതെ, ഖുർആനെ മാറ്റിമറിക്കാൻ കഴിയാതെ ഇവിടെ നിലനിൽക്കുകയെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ് എന്ന് സഹോദരന്മാർ ചിന്തിക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുക അത് നമ്മുടെയും കർത്തവ്യമാണ്. അൽഹംദുലില്ലാഹ് ദുബൈ ഗവൺമെന്റ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യിപ്പിച്ച് അതിന് സമ്മാനം കൊടുക്കുക മാത്രമല്ല, നിങ്ങൾ നോക്കൂ, നമുക്ക് ഖുർആനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഖുർആനെ വിവരിച്ചു കൊടുക്കാൻ പരസ്യമായ സ്റ്റേജും പരസ്യമായ മൈതാനിയും അനുവദിച്ചു തരികയും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ആ ജായിസത്തുൽ ഖുർആനിന്റെ ഡയറക്ടർ തന്നെ നേരിൽ വന്നു നമ്മോട് സംസാരിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തു എങ്കിൽ ഖുർആനിന്റെ മുഅ്ജിസത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഖുർആനിന്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. ആ നബി തങ്ങളുടെ മുഅ്ജിസത്ത് മിൻ അക്ബരി മുഅ്ജിസാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകളിൽ വലിയ വലിയ മുഅ്ജിസത്തുകൾ. ആ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒന്നാണ് ഖുർആനിന്റെ ബാക്കിയാവൽ, ഖുർആനിന്റെ പ്രചാരകന്മാര് വർദ്ധിക്കൽ, ഖുർആനിന്റെ പ്രചാരകന്മാര് എല്ലാ സ്ഥലത്തും ഉണ്ടാകൽ. നിങ്ങളറിയോ, ഇന്ന് ഓരോ ദിവസവും അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും ബ്രിട്ടനിലുമെല്ലാം നൂറുകണക്കായ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിച്ചതുകൊണ്ട് മാത്രം, ആ ഖുർആനിന്റെ സമാധാനപരമായ നയം മനസ്സിലാക്കിയതിന്റെ പേരിൽ ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിന്റെ തത്വം, ഖുർആനിന്റെ മഹത്വം അത് മുറുകെ പിടിക്കുകയും ഖുർആൻ പഠിപ്പിച്ച ആശയം നിലനിർത്തുകയും ഖുർആൻ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അത് പ്രത്യക്ഷമായി തന്നെ ഇവിടെ പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു സംഘം ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖാലഫഹും, അവരോട് എതിർക്കുന്ന ആളുകളെ അവർ പരിഗണിക്കുകയില്ല. അവരെ ആര് എതിർത്താലും അവരെ എതിർപ്പുകൾ ഇവർക്കൊരു പ്രശ്നമല്ല. അങ്ങനെ പരിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ സംരക്ഷണവും ഖുർആൻ പഠിപ്പിച്ച വിശ്വാസവും ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങളും ഖുർആൻ പഠിപ്പിച്ച തത്വങ്ങളും സ്വഹാബത്തിലൂടെ അയിമ്മത്തുകളിലൂടെ സ്വാലിഹീങ്ങളിലൂടെ സജ്ജനങ്ങളിലൂടെ ഇവിടെ നിലനിന്നു വന്നത് ഖിയാമത്ത് നാൾ വരെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് അവസാനമായി 2-3 വസിയ്യത്തുകൾ നിങ്ങളോട് ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. തൗസിയാത്തു ഹാദൽ മജ്ലിസ്, ഈ സദസ്സിൽ സന്നിഹിതരായ ജനങ്ങളോട്, എൻ്റെ കരളിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, ആത്മമിത്രങ്ങളോട്, സഹോദരങ്ങളോട് ഞാൻ ചില വസിയ്യത്ത് ഉപദേശം ഈ പ്രസംഗത്തിൻ്റെ അവസാനമായി പറയുന്നു.
അൽഹംദുലില്ലാഹ് ഈ സദസ്സ് നമുക്ക് അനുവദിച്ചു കിട്ടിയപ്പോൾ ഇങ്ങനെ ഇവിടെ വലിയൊരു സദസ്സ് ആവാൻ UAE-യുടെ പല ഭാഗത്തു നിന്നും പ്രവർത്തകന്മാർ പ്രവർത്തിക്കുകയും എത്തിച്ചേരുകയും ചെയ്തു. നമ്മുടെ സിറാജ് ദിനപത്രം ഇതിന് പ്രധാനമായ പങ്ക് വഹിച്ചു. വളണ്ടിയർമാർ ഉറക്കമൊഴിച്ച് സ്റ്റേജുകളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി, ബസ്സുകൾ ഏർപ്പെടുത്തി, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി നടന്നും അല്ലാതെയും ഇവിടെ എത്തി. ഈ എത്തിയതെല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് അവസാനമായി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിങ്ങളോട് ഈ സദസ്സിൻ്റെ തൗസിയാത്ത്, സാധാരണ അങ്ങനെയാണ് ഈജിപ്തിലും അതുപോലെ ജോർഡാനിലും മറ്റു പല അറബ് രാഷ്ട്രങ്ങളിലുമെല്ലാം സമ്മേളനത്തിന് പോയാൽ അവിടെയുള്ള പ്രമേയങ്ങളും അവിടെയുള്ള ചർച്ചകളും കഴിഞ്ഞാൽ തൗസിയാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉപദേശങ്ങൾ പറയാറുണ്ട്. ആ നിലക്ക് ഈ സമ്മേളനത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വസീയത്തുകൾ നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു. ഒന്ന് എല്ലാവരും കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിക്കുന്നവരാണ്. പക്ഷേ നാട്ടിൽ പോകുമ്പോൾ യാത്രയാകുമ്പോഴുമൊക്കെ തൽക്കാലം നിർത്തിവെച്ച് പോകുന്ന ചിലരുണ്ടാവാം. ഒരിക്കലും പറ്റില്ല. യാത്രക്കാർക്ക് പല ഇളവുകളും ഉണ്ടെങ്കിൽ നിസ്കാരം ഒഴിക്കാനുള്ള ഇളവില്ല. അതുകൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിച്ച് യാത്രയിലും നിങ്ങൾ നിസ്കരിക്കണം. പ്ലെയിനിൽ പോകുന്നവരും നിസ്കരിക്കണം. എവിടെ പോകുന്നവരും നിസ്കാരം സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കണം. ളുഹ്ർ അസ്റിലേക്ക് ജംആക്കാം, അസ്ർ ളുഹ്റിലേക്ക് ജംആക്കാം, മഗ്രിബ് ഇശായിലേക്ക് ജംആക്കാം, ഇശാ മഗ്രിബിലേക്ക് ജംആക്കാം. സുബ്ഹി ഒന്നിലേക്കും കൂട്ടി ജമാക്കാൻ പറ്റില്ല. സുബ്ഹി ചുരുക്കി നിസ്കരിക്കാൻ പറ്റില്ല. അസ്ർ 2 റക്അത്താക്കാം, ളുഹ്ർ 2 റക്അത്താക്കാം, ഇശാ 2 റക്അത്താക്കാം. മഗ്രിബ് ചുരുക്കാൻ പറ്റില്ല. എന്നാലും വലിയ ഇളവുകളാണല്ലോ ഉള്ളത്. ഈ ഇളവുകൾ സ്വീകരിച്ചെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കരുത്. എല്ലാവരും നിസ്കരിക്കണം. ഒന്ന്. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെയും പണ്ഡിതന്മാരുടെയും മഹത്തുക്കളുടെയും മഹത്വം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പല സംഭവങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചത്. ആദം നബിയുടെ അറിവും മഹത്വവും മലക്കുകൾക്കും ലോകത്തിനും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ കൽപ്പിച്ചത്. എന്നാൽ ആ പ്രവൃത്തിയിൽ മലക്കുകളുടെ കൂടെ അല്ലാഹു തആല പങ്കുചേർന്നിട്ടില്ല. അല്ലാഹു തആല തങ്ങളെ പങ്കുചേരാൻ പറ്റുകയും ഇല്ല. എങ്കിൽ ഖാതിമുർ റസൂലായ ഖാതിമുൽ അംബിയാ അവസാനത്തെ നബിയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അഖില ലോക ചരാചരങ്ങൾക്കും അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു കൽപ്പിച്ചതാണ്. നിങ്ങൾ നബിതങ്ങളെ പ്രശംസിക്കണം, നബിതങ്ങളെ പ്രകീർത്തിക്കണം, നബിതങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിക്കണം എന്ന്. ആ കൽപ്പന കൽപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി
യാ അയ്യുഹല്ലദീന